എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 3/4 കിലോയുടെ ബർത്ത്ഡേ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. സാധാരണഗതിയിൽ നമുക്ക് 1 കിലോ, അര കിലോയുടെയൊക്കെ ഓർഡറാണല്ലോ വരുന്നത്. ഇന്ന് 3/4 കിലോയുടെ ഒരു ഓർഡറാണ് വന്നത്. അതിന് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത് മെഷറിംഗ് കപ്പിൽ തന്നെ 3/4 കപ്പ് കാണും, ഇല്ലെങ്കിൽ അര കപ്പും 1/4 കപ്പും കൂടെ ചേർത്ത് 3/4 കപ്പ് മൈദ എടുക്കുക. ബേക്കിംഗ് പൗഡറും അതുപോലെ അര ടീസ്പൂണും 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക. ബേക്കിംഗ് സോഡ നമ്മൾ 1 കിലോയ്ക്ക് 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇവിടെ 3/4 കിലോയ്ക്ക് നമ്മൾ 1/4 ടീസ്പൂണിൻ്റെ 3/4 ഭാഗം, അതായത് കുറച്ചൊന്ന് തട്ടിക്കളഞ്ഞിട്ട് ആ 1/4 ടീസ്പൂണിൽ 3/4 ഭാഗം നമ്മൾ എടുത്താൽ മതി. അര കിലോ കേക്കായാലും 1 കിലോ കേക്കായാലും എത്ര ആയാലും നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ അരിച്ചെടുക്കാൻ നിർബന്ധമായിട്ടും നമ്മൾ അങ്ങനെ തന്നെ അരിച്ച് എടുക്കണം. എങ്കിൽ മാത്രമാണ് ആ സ്പഞ്ച് കേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ആ പെർഫെക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഐസിങ് ചെയ്ത് എടുത്താൽ കേക്കിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് 3 തവണ അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. വീഡിയോയിൽ 3 തവണ അരിക്കുന്നത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ, നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ തവണ കാണിക്കുന്നത്. 3 തവണയും അരിച്ചാണ് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ റെഡിയാക്കി വെക്കാനെ കൊണ്ട്. ഇനി 1 കിലോ കേക്കിന് നമുക്ക് 4 മുട്ടയാണ് എടുക്കുന്നത്. അര കിലോയ്ക്ക് 2 മുട്ട. അപ്പം 3/4 കിലോയ്ക്ക് നമുക്ക് 3 മുട്ടയാണ് എടുക്കേണ്ടത്. എനിക്കൊരു മീഡിയം ടൈപ്പ് മുട്ടയായതുകൊണ്ട് ഞാൻ 3 മുട്ട തന്നെ എടുത്തു. ഒരുപാട് വലിയ മുട്ടകളാണെങ്കിൽ അത് 2 എടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും വാനില എസൻസ് കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പൗഡറാണ് എടുക്കുന്നത്. അതും ആ മൈദ അളന്ന കപ്പിന് 3/4 കപ്പ്. അരക്കപ്പും 1/4 കപ്പും ആണ്, അങ്ങനെ അല്ല 3/4 കപ്പ് ഒറ്റ കപ്പിലുള്ളതാണെങ്കിൽ അങ്ങനെ 3/4 കപ്പ് എടുക്കുക. ഇനി സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്, ഞാൻ 1 കിലോ കേക്കിന് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ കേക്കിൽ എനിക്ക് ഓയിൽ ഇങ്ങനെ മുകളിൽ വന്ന് തങ്ങി നിൽക്കുന്നതായിട്ടോ നനവ് പടരുന്നതായിട്ടോ തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ മാത്രമേ ഓയിൽ എടുക്കുന്നുള്ളൂ. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നതാണ് 1/4 കപ്പ് വരുന്നത്. അപ്പോൾ അതിൽ 3 ടേബിൾ സ്പൂൺ മാത്രം അളന്നെടുത്തു. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റായി വരുമ്പോൾ എല്ലാ കേക്കിനും ചെയ്യുന്നത് പോലെ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വീഡിയോ നല്ല സ്പീഡിലിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും സ്പീഡിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നല്ല സ്ലോയിൽ തന്നെ ചെയ്താലേ മുട്ട ബീറ്റായിട്ട് വരത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ യൂട്യൂബിൽ കാണിക്കുന്ന എല്ലാവരും വീഡിയോ സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വേഗം ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യാം. ഇടയ്ക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തു. ഇവിടെ കസ്റ്റമർ പറഞ്ഞൊരു ഡിമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേക്ക് പൊക്കത്തിൽ വേണ്ട, പരത്തി എടുത്താൽ മതി എന്നാണ്. അതുകൊണ്ട് ഈ 3/4 കപ്പിൻ്റെ ബാറ്ററി ഞാൻ 1.5 കിലോയുടെ പാനിനകത്താണ് ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേക്ക് നല്ല പരന്നാണ് കിട്ടിയത്. ഇത് നമുക്ക് 3 ലെയറായിട്ട് മുറിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞു. അവർ സാധാരണ ഇങ്ങനെ തന്നെയാണ് വാങ്ങുന്നത്. അവർക്ക് 2 ലെയർ കട്ട് ചെയ്ത് എടുത്താൽ, അവർക്ക് 2 ലെയർ കേക്ക് മതി. പക്ഷെങ്കിൽ കൂടുതൽ കഷ്ണങ്ങളായിട്ട് എടുക്കാനാണ് പരത്തി വേണമെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഒരു 1.5യുടെ ബേസ് തീർന്നിരുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ കേക്കൊക്കെ എടുത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബേസ് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ കേക്ക് അങ്ങ് സെറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ കേക്ക് ആ ബേസിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് അതിൻ്റെ അടിയിൽ ക്രീം പുരട്ടരുത്. ക്രീം പുരട്ടി കഴിഞ്ഞാൽ അത് സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരിക്കും. കേക്ക് അതേലോട്ട് ഒട്ടിപ്പിടിച്ച് കേക്ക് പൊട്ടിപ്പോകാൻ ഇടയാവും. ഇനി നമുക്ക് സാധാരണ പുരട്ടുന്നത് പോലെ ക്രീം വെച്ചു സൈഡെല്ലാം ലെവലാക്കി ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം.
ഇവിടെ ഞാൻ ഇടുന്നത് വൈറ്റ് ചോക്ലേറ്റും നമ്മുടെ ചെറിയും കൂടാണ്. നമ്മുടെ കേക്ക് കസ്റ്റമർ കഴിച്ചിട്ട് അടുത്ത പ്രാവശ്യവും നമുക്ക് ഓർഡർ തരണമെങ്കിൽ നമ്മളിങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതൊരു ടിപ്പാണ്. നമ്മൾ എത്ര നല്ല പെർഫെക്റ്റായിട്ട് കൊടുക്കുന്നോ അത്രയും ഓർഡറുകൾ നമുക്ക് അവർ വഴിയും അവരുടെ സുഹൃത്തുക്കൾ വഴിയും നമുക്ക് അവർ പറഞ്ഞിട്ട് കിട്ടും. അതുകൊണ്ടൊരു ഹോം ബേക്കിംഗ് ആയവരെ അത് ശ്രദ്ധിക്കണം. ഇനി സെക്കൻഡ് ലെയർ നമ്മളൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മുകൾ ഭാഗം വെറ്റ് ചെയ്യാം. ഇതൊക്കെ കൂടുതൽ ഷുഗർ ഒഴിച്ച് അങ്ങ് നനച്ച് വെക്കരുത്. അത് കേക്ക് കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. ആവശ്യത്തിന് മാത്രം ഷുഗർ സിറപ്പ് ഒഴിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇന്ന് ക്രം കോട്ട് ഇട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. നാളെയാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. കാരണം ആ ബേസ് മാറ്റിയിട്ട് വേണം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇനി നോക്കിക്കേ ബേസ് എങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. 2 സ്പാച്ചില എടുത്തു. നമുക്ക് ആ ബേസിൽ നിന്ന് പൊക്കി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഞാൻ പുതിയ ബേസ് വെച്ചു. നോക്കിക്കേ ആ കോണ് സൈഡ് ലെവലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ഇത് വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. ഇത്രയും സ്പീഡിലൊന്നും ആർക്കും കേക്കിൽ ക്രീം തേക്കാൻ പറ്റില്ല. നല്ല ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ കേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നല്ല പാടൊക്കെ സ്പാച്ചുലയുടെ പാടൊക്കെ വന്ന് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഷാർപ്പ് എഡ്ജൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്ത് നമുക്ക് കേക്ക് പുറത്തോട്ട് കൊടുക്കാൻ പറ്റും. കുറച്ച് കളർ എടുക്കുക, സ്പാച്ചുലയിൽ പുരട്ടിയിട്ട് അതൊന്ന് നമ്മൾ ചെറിയ കേക്കിലോട്ട് വലിച്ച് കൊടുക്കുക. പിന്നെയും കളർ എടുക്കുക, ഇങ്ങനെ വലിച്ച് താപ്പോട്ടാക്കുക സ്പാച്ചുല വെച്ചിട്ട്. സ്പാച്ചുല ഡിസൈനാണിത്. ഒന്നും കൂടെ ലെവലാക്കി സൈഡ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. ഇനി നമുക്ക് ആ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിന് ഞാൻ ചെറിയൊരു നോസിലാണ് എടുക്കുന്നത്. ഇതിന് നമ്പരൊന്നുമില്ല. എല്ലാവരുടെയും കയ്യിൽ ഫസ്റ്റ് ടൈം ഉണ്ടാകുന്ന ഒരു നോസിലാണ്. അതെടുത്തിട്ട് നമ്മൾ ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചു. ഒരു പിങ്ക് കളറാണ് ഞാൻ ഇട്ടത്. പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റും. കൈയുടെ ചൂടൊക്കെ തട്ടി ഒത്തിരി അങ്ങ് ക്രീം ലൂസായിപ്പോകുന്നു. ഫസ്റ്റ് ടൈമൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നീട് അത് ശീലമായി കഴിയുമ്പോൾ ശരിയായിക്കോളും. ഒന്ന് വലിച്ചു കൊടുത്തു. പിന്നെ 2-3 ഫ്ലവർ പോലെ മൊട്ടായിട്ട് വരച്ചു. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ബോർഡറിൽ കൊടുക്കുന്നത്. ഇതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഒരു 7 മൊട്ട് വരച്ചിട്ട് പിന്നീടുള്ള അത് വലിച്ച് പുറകോട്ട് കൊടുത്തു. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഉണ്ട്. നമ്മൾ വലിയ ഡിസൈനൊന്നുമല്ല, ഒരു ചെറിയ ഡിസൈനാണ് ഈ കേക്കിൽ കൊടുക്കുന്നത്. ഞാൻ വീഡിയോയുടെ അടുത്തോട്ട് കാണിച്ചു തരാം എന്ത് ഡിസൈനാണെന്ന്. കണ്ടോ, ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡർ ഡിസൈനാണ്. ഇനി നമുക്ക് താഴത്തെ സൈഡിൽ ഈ കളറ് തന്നെ ആ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് വലിച്ച് മേളിലോട്ട് കൊടുക്കാം. അതിനു മുമ്പ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ആ കേക്കിൻ്റെ ബേസ് വൃത്തിയാക്കുക. ഇനി വലിച്ച് മുകളിലോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നുമില്ല, കളർ എടുക്കുക, മുകളിലോട്ട് വലിക്കുക. ആ വലിക്കുമ്പം കേക്കിൻ്റെ സൈഡിൽ സ്പാച്ചില തട്ടാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിൽ ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് ആ കേക്ക് എടുത്ത് ഒന്ന് പൊക്കി കാണിക്കാം. നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു ഡിസൈൻ വെറുതെ ആ സ്പാച്ചില ഒഴിച്ചിട്ട് പുറകോട്ട് വലിച്ച് എടുത്തിരിക്കുകയാണ്. കൂടുതൽ പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ടച്ച് ചെയ്യുകയേ ചെയ്യാവൂ ആ സമയത്ത്. ഈ ഗ്രീൻ കളറും ഈ പിങ്ക് കളറും നല്ലൊരു കോമ്പിനേഷനാണ്. കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കൊരു ടോപ്പർ വെച്ച് കൊടുക്കാം. അധികം ഡിസൈനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പേരൊന്ന് എഴുതി കൊടുക്കാം. ഇത്ര സിമ്പിൾ കേക്ക് മതി എന്നാണ് പറഞ്ഞ് ഈ
ക്രീം വെച്ചിട്ട് അധികം ഡെക്കറേഷനൊന്നും വേണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പേരും എഴുതി ഒരു ടോപ്പറും വെച്ചു. കുറച്ച് ഹാർട്ടൊന്ന് അവിടെ വരച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ ഷുഗർ ബോൾസ് ഇട്ട് ഒന്ന് അലങ്കരിക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ഈ കേക്കിൻ്റെ ഒരു ലുക്ക്. നിങ്ങൾക്ക് കണ്ടല്ലോ സൈഡ് വലിച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുന്ന നല്ല ഭംഗിയുണ്ട് ഈ ഒരു കോമ്പിനേഷനും എല്ലാം കാണാനെക്കൊണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.